എൻ്റെ അമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ആസ്ട്രോണമർ ആവാനാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ റിസർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ജെയ് ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഞാൻ കണ്ടു. അപ്പോൾ ഈ ജെയ് എന്ന് പറയുന്നത് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമിനേഷൻ. അതിലോട്ട് ഞാൻ ഒന്ന് ഒരു റെഡി ആയിട്ട് പോകണമെങ്കിൽ എനിക്ക് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ജെയിലൊക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി 355 ആണല്ലോ, ജെയ് അഡ്വാൻസ് ആണെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ആ കുട്ടിയുടെ ഒക്കെ ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ 7 years മുമ്പ് തന്നെ ഇതിനെ പ്രിപ്പറേഷൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ഇന്ത്യയിലുള്ള ഒരുപാട് ഒളിമ്പ്യാഡ്സ് അറ്റൻഡ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനോട് ഇത്രത്തോളം ഒരു ക്രേസ് തോന്നിയത്. ആക്ച്വലി നശ്വ ഇപ്പോൾ പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. നമ്മുടെ കേരളത്തിലുള്ള സ്റ്റുഡൻസ് പലപ്പോഴും കോമ്പറ്റീവ് എക്സാമുകളിലൊന്നും ടോപ്പേഴ്സ് ആവാറില്ല. അതേസമയം മറ്റ് സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസ് ടോപ്പേഴ്സ് ആവുന്നു. അതിൽ മെയിൻ റീസൺ ഇതാണ്, അവർ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങും എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.